നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്റെ മോള് പഠിക്കുന്ന കോളേജിൽ ചെന്ന് അവളെ മാനം കെടുത്തരുത്. കടം വാങ്ങിയത് ഞാനാ, അത് ഞാൻ തന്നെ തന്നോളാം. തന്റെ മോളെ ഭീഷണിപ്പെടുത്തിയെന്നും പറഞ്ഞ് താൻ എന്റെ പേര് കേസ് കൊടുത്തിരിക്കല്ലേ? എന്നിട്ട് പോലീസുകാർ വന്നങ്ങ് മല മറിച്ച് കളഞ്ഞ കഷ്ടം. ക്ഷമിക്കണം മുതലാളി, എന്റെ കുഞ്ഞിനെ ഇനി ഉപദ്രവിക്കരുത്. അവൾ ഇന്നലെ വീട്ടിൽ വന്ന് തൂങ്ങിച്ചാവാൻ കയറ് കെട്ടി. ഇല്ലില്ലില്ലില്ല, ഇനി കോളേജിലും പോയില്ല. അവളുടെ കൂട്ടുകാരുടെ മുന്നിൽ വെച്ച് അവളെ നാണം കെടുത്തുകയില്ല. ഈട് വെച്ചിരിക്കുന്ന തന്റെ വസ്തുവിന്റെ പ്രമാണങ്ങളില്ലേ, ഇതെന്റെ പേരിൽ അങ്ങ് രജിസ്റ്റർ ചെയ്ത് തരണം. അതിന് മറ്റെങ്ങും പോകണ്ട. മുദ്രപത്രത്തിൽ താൻ വിരലടയാളം പതിച്ചാൽ മാത്രം മതി. ഞാൻ എഴുതി ചേർത്തോളാം മറ്റു കാര്യങ്ങളൊക്കെ. കൈയൊന്ന് ലൂസാക്കണം. ഇങ്ങോട്ട് കൊണ്ടുപോകണം. അങ്ങനെ ഇനി ഞാൻ വിളിക്കുമ്പോ താനൊന്ന് രജിസ്റ്റർ ഓഫീസ് വരെ വന്നാ മതി. എന്നാ പിന്നെ താൻ ഇനി ഇരുന്ന് ബുദ്ധിമുട്ടണമെന്നില്ല. പോക്കോ പോക്കോ. എടോ തോമ, പുഞ്ചിരിക്കുന്ന മുഖമായിട്ട് ഇവിടുന്ന് ഇറങ്ങിപ്പോവുള്ളൂ. ഇവിടെ കത്തി ഏർപ്പാടാണെന്ന് മറ്റുള്ള കസ്റ്റമേഴ്സ് മനസ്സിലാക്കരുതല്ലോ. നമസ്കാരം. നമസ്കാരം. ഞാൻ മാധവൻ നായർ. നേരത്തെ വിളിച്ചിരുന്നു. മനസ്സിലായി മനസ്സിലായി മനസ്സിലായി. ഇരിക്കണോ? നമസ്കാരം. നമസ്കാരം. പറ. എന്റെ മോളുടെ കല്യാണ ആവശ്യത്തിന് കുറച്ച് പണം ആവശ്യപ്പെട്ടിരുന്നു. തരാമല്ലോ. പറഞ്ഞ പ്രകാരം ഗ്യാരണ്ടി കൊണ്ടുവന്നിട്ടുണ്ടോ? ഉണ്ട്. വീട് വെക്കാനായിട്ട് ടൗണിൽ വാങ്ങിയിരിക്കുന്ന സ്ഥലമാ. നല്ല ഡിമാൻഡുള്ള വസ്തുവാ. ഇവിടെ പലിശ കുറച്ച് കൂടുതലാണ്. അത് കൃത്യമായിട്ട് അടച്ചില്ലെങ്കിൽ ബുദ്ധിമുട്ടാവും. ബുദ്ധിമുട്ടാക്കില്ല. തുടക്കത്തിൽ എല്ലാരും ഇതൊക്കെ തന്നെയാ പറയുന്നത്. ഒടുവിൽ പോലീസായി, കേസായി, കോടതിയായി, അങ്ങനെ കേറി ഇറങ്ങേണ്ട അവസ്ഥ ഉണ്ടാവരുത്. ഒന്നും ഉണ്ടാവില്ല. വില കുറഞ്ഞ സാരികളുടെ ബ്രോഷർ ഒന്നുമില്ലേ? ഇല്ല മാഡം, ഇതൊക്കെ വിലയുള്ള മോഡലുകളുടെ ബ്രോഷറുകളാ. സുചിത്രേ, നീ ഇപ്പം വിലയൊന്നും നോക്കണ്ട, നീ സെലക്ട് ചെയ്യ്. വേണ്ടമ്മേ, എനിക്ക് വില കുറഞ്ഞൊരു സാരി മതി. എനിക്ക് എന്റെ സ്റ്റാറ്റസിനനുസരിച്ചുള്ള സാരി ഉടുക്കാൻ പറ്റും. അത് ശരിയാ. ഹരിത അതാ ഉടുത്ത് ശീലിച്ചത്. ഇത് നല്ലതല്ലേ? കൊള്ളാം.
വന്ദനയ്ക്ക് ഇഷ്ടപ്പെട്ടു അത്. വന്ദനേച്ചി, ഒരു മിനിറ്റ്. ചേച്ചി ആ സാരി ഒന്നെടുത്ത് ദേഹത്തോട് ചേർത്ത് പിടിച്ചേ. ഹലോ രാജീവ് സാറേ. ഹായ്. വുഡ്ബിയുടെ സാരി എങ്ങനെയുണ്ട്? സൂപ്പർ സെലക്ഷൻ. ഈ സാരി ഉടുത്താൽ വന്ദന അല്പം കൂടി ബ്യൂട്ടിഫുൾ ആകും. വർഷയുടെ സെലക്ഷൻ ആയിരിക്കും അല്ലേ? വെൽ ഡൺ വർഷ. താങ്ക് യു. ഹായ് ഹായ് ഹായ്. നോക്ക്. ഹലോ. ആഹാ, എല്ലാരും ഉണ്ടല്ലോ. എന്താ വന്ദന ചേച്ചിയായിട്ട് വല്ല സ്വകാര്യവും പറയണമെന്നുണ്ടോ രാജീവ് സാറിന്? ഉണ്ട്, പക്ഷെ ഇത്രയും പേരുള്ളപ്പോ അതിന് സ്വകാര്യം എന്ന് പറയാൻ പറ്റില്ലല്ലോ. ഞാൻ പിന്നീട് വിളിച്ചോളാം. ഓക്കെ ഓക്കെ, ബൈ. ദേ ചേച്ചിയുടെ കവിളുകള് നാണം കൊണ്ട് തുടുത്തു. ഒന്ന് പോടി ചേച്ചി. ചേച്ചി, ചേച്ചിയുടെ ഈ രീതികളൊന്നും ശരിയല്ല. രാജീവ് സാർ എപ്പോഴും ബോസ് ആണെന്നുള്ള കാര്യം ആദ്യം മനസ്സിൽ നിന്ന് കളയണം. കുറച്ചുകൂടി റൊമാൻറ്റിക് ആവണം ചേച്ചി. എനിക്ക് റൊമാൻറ്റിക് ആവാനൊന്നും അറിയില്ല. അത് പഠിപ്പിക്കാനല്ലേ ഞാനുള്ളത്. ഞാൻ സെലക്ട് ചെയ്ത സാരി ചേച്ചി ചേർത്ത് പിടിച്ചു നിന്ന് വീഡിയോ കണ്ടപ്പോ രാജീവ് സാർ എന്താ പറഞ്ഞത്? ആ സാരി ഉടുത്താൽ ചേച്ചി അല്പം കൂടെ ബ്യൂട്ടിഫുൾ ആകുമെന്ന്. അപ്പൊ ചേച്ചി എന്താ ചെയ്യേണ്ടത്? ആ സാരി വെച്ച് പ്രണയം കാണിക്കണം. ആ സാരി ഉടുത്ത ശേഷം രാജീവ് സാറിനെ വീഡിയോ കോൾ ചെയ്ത് കാണിക്ക്. എന്നിട്ട് ഞാനിപ്പോ സുന്ദരിയാണോ എന്ന് കുണുങ്ങിച്ചിരിച്ച് ഒരു ചോദ്യവും ചോദിക്കണം. അതാണ് റൊമാൻസ്. മനസ്സിലായോ? അങ്ങനെയൊക്കെ ചെയ്താ അടക്കം ഒതുക്കം ഇല്ലാത്ത പെണ്ണാണെന്ന് തെറ്റിദ്ധരിക്കില്ലേ? അതൊക്കെ പണ്ട്. ഇന്നത്തെ കാലത്ത് വിവാഹത്തിന് മുമ്പ് മനസ്സുകൾ തമ്മില് നന്നായിട്ട് അടുക്കണം. ഇരുവരും തമ്മിൽ ഒരു വൈബ് വേണം. സ്വപ്നങ്ങളുടെ തേരിലേറി സ്ഥലകാലം മറന്നു പോകുന്ന ഒരുതരം വൈബ്. കൊള്ളാം, അസലായിട്ടുണ്ട്. പ്രണയത്തെ കുറിച്ച് നിനക്ക് വലിയ ധാരണയാണല്ലോ. അതെ, എനിക്ക് മനോഹരമായ റൊമാൻറ്റിക് സങ്കല്പങ്ങളുണ്ട്. പാൻ ഇന്ത്യൻ സിനിമകൾ പോലെ ബിഗ് ബജറ്റ് സ്വപ്നങ്ങൾ. എന്റെ സ്വപ്നത്തിലുള്ള കാമുകനും അതുപോലെ തന്നെ ധനികനും സ്റ്റൈലിഷും ആയിരിക്കും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.